ഏപ്രിൽ 4-ാം തീയതിയാണ് സജി അമ്മ മേരിക്കുട്ടിയെയും ജ്യേഷ്ഠ സഹോദരൻ സജിയെയും കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം മൃതദേഹം വീടിന് സമീപം കുഴിച്ചുമൂടി. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരുവരെയും കാണാനില്ല എന്ന വിവരം അടുത്ത ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങളും വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ഇവിടെയാണ് കുഴിയെടുത്ത് ഈ 2 മൃതദേഹങ്ങളും കുഴിച്ചിട്ടിരുന്നത്. രാവിലെ പോലീസ് തിരച്ചിലിനായി എത്തി. പോലീസിനൊപ്പം നാട്ടുകാരുമുണ്ടായിരുന്നു. ഇവിടെ മണ്ണ് നീക്കം ചെയ്തത് കണ്ട് സംശയം തോന്നിയ പോലീസും നാട്ടുകാരും ചേർന്ന് ഈ മണ്ണ് ശകലം നീക്കിയപ്പോൾ തന്നെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി. തുടർന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരെയും സ്ഥലത്തെത്തിച്ച് ഈ 2 മൃതദേഹങ്ങളും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുന്നത്. ഇവർ 2 പേരെയും കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ചില അയൽവാസികളെങ്കിലും ഇവരെവിടെ പോയി എന്ന് തിരക്കി. ആ സമയത്ത് സജി പറഞ്ഞിരുന്നത് 2 തരത്തിലുള്ള കഥകളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, ഇവർ കമ്പത്ത് തമിഴ്നാട്ടിൽ ചികിത്സയിലിരിക്കുകയാണ്, ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ റാന്നിയിൽ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ 2 പേരും പോയി എന്നീ 2 കഥകളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനുശേഷം നാട്ടുകാരോട് മറ്റൊരു കഥ കൂടി ഇയാൾ പറഞ്ഞിരുന്നു. 10-ാം തീയതി തൻ്റെ കല്യാണമാണ് എന്ന് പറയുക മാത്രമല്ല, സമീപത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് നെടുങ്കണ്ടത്തെ ഒരു പള്ളിയിൽ വെച്ച് വിവാഹം നടക്കുന്നു, എല്ലാവരും വരണമെന്ന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട് പരസ്പരം. ഇളയാളെ സജി എന്ന് പറഞ്ഞത് മൂത്തയാൾ ആണ് ഇവ മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഇളയാളുടെ കല്യാണം നടക്കുവാണെങ്കിൽ ഞാനിവിടുന്ന് അമ്മയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുമെന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ സജി എന്ന് പറഞ്ഞ പ്രതിയായിട്ടുള്ള ആൾ വളരെ സൈലൻ്റാണ്. പൊതുവെ രംഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ഒരു ഒച്ചയോ വഴക്കോ വയ്യാവിലോ ആരുമായിട്ടൊരു ബഹളോ അങ്ങനെ ഉള്ള ആളൊന്നുമല്ല. വളരെ മര്യാദക്കാരനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നമുക്ക് ഈ സജിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളോട് കല്യാണമാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച കല്യാണമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരിച്ചു പോയത് കാരണം കല്യാണം മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ വ്യാഴാഴ്ച കല്യാണമാണ്. 500 പേരെ വിളിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ചാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയുടെ കമ്മിറ്റിക്കാരും ഒക്കെ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം കൂടിയില്ല, ഒരു കല്യാണത്തിൻ്റെ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രകാരം വീണ്ടും അന്വേഷണമായിട്ട് പോലീസ് രാവിലെ വരികയും നാട്ടുകാരെ എല്ലാം കൂട്ടി ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തി മാന്തി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു മൃതദേഹത്തിൻ്റെ കാലും അതിൻ്റെ അവശിഷ്ട ഭാഗങ്ങളും എല്ലാം കൂടെ കണ്ടെടുക്കുന്നത്. അതിന് ബാക്കി ഇപ്പോൾ 2 പേരെയും കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ഒരു പരാതി ലഭിച്ചിരുന്നു. അത് സജിയുടെ സഹോദരിയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് എന്നുള്ളതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇവിടെ അയൽവാസിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വരുമ്പോൾ സജി ഒരു വലിയ ബാഗുമായി അവിടെ വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ട് പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ തമിഴ്നാട്ടിൽ അമ്മയും സഹോദരനും ചികിത്സയിലാണ്, അവർ ഡിസ്ചാർജ് ആകും ഇന്ന്, അതുകൊണ്ട് അവരെ കൂട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ജീപ്പ് എത്തുന്നത്. പോലീസ് ജീപ്പ് വരുന്നത് കണ്ടതിന് പിന്നാലെ സജി ഈ വീടിൻ്റെ പിൻവശത്തുള്ള വലിയ മലയ്ക്ക് മുകളിലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. തൊട്ടടുത്ത ദിവസം സജിയെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സ്വത്ത് തർക്കവും അതോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളുമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതോടെയാണ് 2018 കാണാതായ മാത്യുവിന്റെ തിരോധാന കേസ് കൂടി പുനരന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. എന്നാൽ ഇതിനോടുള്ള ചോദ്യങ്ങൾക്ക് സജി കൃത്യമായി മറുപടി നൽകുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് വീടിന്റെ പരിസരത്ത് വീണ്ടും പരിശോധന നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത്. ആദ്യ ദിവസം നടന്ന പരിശോധനയിൽ എല്ലിന്റെ ഒരു ഭാഗവും ഷർട്ടും കണ്ടെത്തി. എന്നാൽ 2-ാം ദിവസം നടന്ന പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സജി പിതാവ് മാത്യുവിനെയും കൊലപ്പെടുത്തിയോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. 2018 മാർച്ചിലാണ് മാത്യുവിനെ കാണാതാകുന്നത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുമായി വീണ്ടും പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന വീടിന് സമീപം മണ്ണ് നീക്കി നടത്തിയ തിരച്ചിലിൽ അസ്ഥിയും ഷർട്ടിന്റെ ഭാഗവും കണ്ടെത്തി. എന്നാൽ ഇവിടെ നിന്ന് കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ലഭിച്ച അസ്ഥിയുടെ ഭാഗം ശാസ്ത്രീയ പരിശോധന നടത്തണം. എന്നാൽ മാത്രമേ ഇത് മനുഷ്യൻ്റേതാണോ എന്ന് വ്യക്തമാകൂ.
മൃതദേഹം ഇവിടെയാണ് കുഴിച്ചിട്ടിരുന്നതെങ്കിൽ അസ്ഥിയുടെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായിട്ടില്ല. സജി ലഹരിക്ക് അടിമയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചൊടിക്കിടയിൽ ക്യാൻസർ ഓട്ടയായി പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചികിത്സ ഭേദമാക്കി 1 മാസം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടാക്കിയതാണ്. അന്ന് അവന് യാതൊരു കുഴപ്പം മറ്റ് എന്നോട് അവളോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. അവൻ്റെ ഒരു സ്വഭാവക്കാരനായിരുന്നു. അവൻ ശരിക്കും ഹാൻസും ലഹരി ഉപയോഗിക്കുന്നത് 100% ഉറപ്പാണ്. സജി ഇതുവരെ മാത്യുവിന്റെ കൊലപാതകം സമ്മതിച്ചിട്ടില്ല. എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സജിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും, വിശദമായി ചോദ്യം ചെയ്യും. ഈ കൊലപാതകങ്ങൾക്കൊക്കെ പുറമെ സജി അടുത്ത ബന്ധുവിനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ എന്നുകൂടി സംശയിക്കുന്നുണ്ട്. ഇതിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. പച്ചടിയിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.